എനിക്ക് ഇച്ചിരി അധികം ഇട്ടേരെ, ഞാൻ സ്പെഷ്യല. ചാട്ടം മുളക്കും. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറികളിൽ ഏറ്റവും കൂമ്പി നിൽക്കുന്നത് നമ്മുടെ പപ്പടം തന്നെയാണ്. പപ്പടം ഇങ്ങനെ ഇതൊക്കെ എന്നാല്ലേ മോനെ, മോൻ്റെ കണ്ണിൽ നിന്ന് തീയാണോ പാറണേ? ലൈറ്റ് വെട്ടത്തിൽ കാണുന്നതാ. പിന്നതേ ഇവനും. നീ പറയൂ എങ്ങനെയാണ്? ഹായ്. അങ്ങനെ തിരുവോണം ഇങ്ങ് വന്നെത്തി. നമ്മൾ രാവിലെ സദ്യ ഒരുക്കത്തിലാണ് കേട്ടോ. രാവിലെ തന്നെ ചോറ് വേവിച്ച് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് അവിയൽ കൂട്ടാണ്. അവിയൽ പച്ചക്കറി എല്ലാം വേവാനായിട്ടൊന്ന് വെച്ചേക്കുക. നമ്മുടെ സാമ്പാർ വെന്തതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത്രയും വെള്ളം വേണ്ട, ഇച്ചിരി ഒന്ന് കുറുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെന്നാൽ പിന്നെ വെള്ളം ഒന്ന് കുറയട്ടെ എന്ന് ഓർത്ത് വെച്ചതാണ്. പക്ഷേ ഇത് മതി. ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ച് ചേർക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഭയങ്കര ബോറായിപ്പോവും. ഒത്തിരി കുറുകി പോയാണ്. ഇതിപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കടുക് പൊട്ടിച്ച് ചേർക്കണം. പിന്നെ ഇത് ബീട്രൂട്ട് കിച്ചടിക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. ബീട്രൂട്ട് കിച്ചടിക്ക് വേണ്ടിയിട്ട് ഞാനിത് മിക്സിയിലിട്ട് അരച്ചെടുക്കുമായിരുന്നു. വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. ചൂടാറി കഴിയുമ്പോൾ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ്. പിന്നെ അതിൽ ഇത് വെന്ത സാധനമായതുകൊണ്ട് പിന്നെ ഇത് വേവിച്ച് വെള്ളം വറ്റിക്കഴിയുമ്പോൾ അരപ്പും ചേർത്ത് തൈരും ചേർത്ത് കടുക് പൊട്ടിച്ചെടുത്ത് അതോടെ റെഡിയായി. സാമ്പാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അവിയലും ഇപ്പോൾ റെഡിയാവും. പിന്നെ ഒരു തോരനും ഒരു പച്ചടിയും ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ സദ്യയിൽ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇവിടെ കുത്തിയിരുന്ന് തേങ്ങ ചിരകി തരുന്നുണ്ട്. ടച്ചിനിരുന്ന് കുറച്ച് തേങ്ങ രാവിലെ തന്നെ പൊതിച്ച് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ തോരന് വേണം, പിന്നെ നമ്മുടെ അവിയലിന് വേണം തേങ്ങ, പിന്നെ നമ്മൾ സാമ്പാർ പപ്പടം ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാം റെഡി. അപ്പോൾ അതാ തേങ്ങ വെള്ളമുണ്ട്, അത് ആഴ്ച വരുമ്പോൾ കൊടുക്കട്ടെ. നമ്മുടെ ബാസ്ക്യൂ ഇവിടെ തേങ്ങയും തിന്നിട്ട് നിൽക്കുന്നുണ്ട്. ബാസ്ക്യൂവിനെ ഞാൻ അവിടെ ഇറക്കി നിർത്തിയേക്കുക. കാരണം ഇവളിവിടെ ഭയങ്കര ശല്യം. ഇവളെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണപ്പൂ ഇട്ടിരിക്കുന്ന മൊത്തം പോകും. അപ്പം അതാ നമ്മുടെ ഓണപ്പൂവൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ടതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു കുഴപ്പവും ഇല്ല. പൂച്ചയും കോഴിയും താറാവൊന്നും ഇല്ലാത്തതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതാ ഈ വീട്ടിലെ ആദ്യത്തെ തിരുവോണത്തിന് ഉത്രാടപ്പൂവാണിത്. ഈ വീട്ടിലെ ആദ്യത്തെ ഉത്രാടപ്പൂവ്. അപ്പം എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത പൂക്കളാണ്, കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻ്റൊക്കെ ഇടണേ. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കടുക് പൊട്ടിച്ചിട്ടാൽ മതി. കടുകിന് ഉള്ളിയും മുളകൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സാമ്പാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചടി ആയിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിടട്ടെ. ഇതിൻ്റെ ചുറ്റും ആരും നോക്കണ്ട. നോക്കിയാൽ തന്നെ എനിക്ക് അങ്ങോട്ട് നോക്കാൻ സമയമില്ല. കാരണം നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടേ ഇത് ക്ലീൻ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഉണ്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. വേറെ ഒന്നുമല്ലേ. ഉള്ളിയും മുളകും കടുകിട്ട് പൊട്ടിച്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റണം. നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയിലേക്ക് നമുക്ക് മാറ്റണം. പിന്നെ ഒരു വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കണം. അവിയലിൻ്റെ അരപ്പ് ചേർത്തെടുക്കണം. കഷ്ണമൊക്കെ വെന്തിരിക്കുക. അരപ്പ് ചേർത്തിങ്ങെടുക്കണം. ഇഞ്ചിക്കറി ഉണ്ടാക്കണം. ഇഞ്ചിക്കറി ഇസ് മൈ ഫേവറേറ്റ്. ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിക്കറി. അപ്പോൾ ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കിച്ചടി ഇവിടെ റെഡിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കിച്ചടി
ഇവിടെ റെഡിയായി. നമ്മുടെ ആൻസ് കുട്ടൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത്. ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ വിളമ്പണം. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ ജസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയതാണേ. അപ്പോൾ കിച്ചടി റെഡി, നമ്മുടെ സാമ്പാറും റെഡി. അപ്പോൾ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കൂട്ടായിട്ട് ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാവോ? ഇവിടെ എനിക്ക് കൂട്ടായിട്ട് ബാസ്കിമോനുണ്ട്. ബാസ്കിമോനെ നോക്കിക്കൊണ്ട് പ്രാണിയും കുഞ്ഞുങ്ങളും ഉണ്ട്. അതുങ്ങളുടെ കിടപ്പ് കാണാനാണ് ഏറ്റവും രസം. അയ്യോ, ഇതൊക്കെ എന്നാല്ലേ മോനെ? മോൻ്റെ കണ്ണിൽ നിന്ന് തീയാണോ പാറണേ? ലൈറ്റ് വെട്ടത്തിൽ കാണുന്നതാ. പിന്നതേ ഇവനും ഉണ്ട്. അത് ഓലഞ്ഞാലി ആയിരിക്കുന്നത്. ഓലഞ്ഞാലി കിളിയെ അട്ടേനെ പിടിച്ച് തിന്നുന്ന സാധനമാണത്. കരിയില കിളി വന്നിട്ടുണ്ടോ? എടാ മോനെ ഇച്ചിരി അരി എടുത്തിട്ട് കൊടുത്തേ. അവിടെയാണോ അവിടെ ഇട്ട് കൊടുത്തത്? രാവിലെ ഒത്തിരി പക്ഷികൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന കരിയില കിളികളൊക്കെ ഇതാ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരൊറ്റ പക്ഷി പോലും ഇല്ലായിരുന്നു. അപ്പം നമ്മളത് കുറച്ച് അരി നമ്മുടെ മുറ്റത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ വന്നത് തിന്നോളും. ഓണമായിട്ട് 10 പക്ഷികൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റി. ഓണമായിട്ട് പക്ഷി ദേടാ വണ്ണാത്തിക്കിളി എല്ലാവരും ഉണ്ടറാ. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പക്ഷികൾ മൊത്തം ഉണ്ടറാ. അയ്യോ, ഇതിപ്പോൾ സന്തോഷം. ഇനി എന്ത് വേണം? രാവിലെ നല്ല ഐശ്വര്യമാണല്ലോടാ. കാക്ക കൊത്തി തിന്നായിരുന്നോ? ഇടയ്ക്കൊക്കെ കൊടുത്താൽ മതി ആഹാരം, ഇവർ വന്നോളും. പക്ഷികൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു കാറുകാരങ്ങ പറന്ന് വന്നിട്ടുണ്ട്. അതെ അതെ, ഞങ്ങളിനി കാറുകാരനെ പറഞ്ഞു, ചിലർ മൈനാന്ന് പറയും. ഇതാ നോക്ക്, അവര് കഴിക്കട്ടെ അല്ലേ. പിന്നെ മറ്റേ സാധനം വന്നിട്ടുണ്ടാ, തൊപ്പിക്കിളി. അതെ അതെ അതെ, തൊപ്പിക്കിളി അല്ലേ അത്? അല്ല, ഓലഞ്ഞാലിയാ. കുറേ പക്ഷികളല്ലാതെ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് മരത്തിലൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ അതിലൊക്കെ കുറേ പക്ഷികളുണ്ട്. ആ പ്ലാവിൽ ഇവര് കൂട്ടത്തോടെ വരത്തുള്ളൂ. അപ്പുറമായിരുന്നപ്പോഴും നീ ഓർക്കണ്ടോ? ഈ മൈനയും ഈ ഓലഞ്ഞാലിയും വണ്ണാത്തിക്കിളിയും പിന്നെ ഈ കരിയിലക്കിളിയും ഇതൊക്കെ ഒരുമിച്ചേ വരത്തുള്ളൂ. അവർ വരട്ടെ. അയ്യരി, ഇവര് സന്തോഷം വേറെ ഇല്ല. ഓടിച്ചു വിടുവാടാ കാറുകാരനെ. കരിയിലക്കിളീനെ ഓടിച്ചു വിടുതോ വരുന്ന. അയ്യോ, അത് കാറുകാരനാടാ, നിറച്ച് മൈന. ഇവര് സംസാരിക്കുന്ന പക്ഷിയായത്. അയ്യോ, ഇത്രയും മൈനേനൊക്കെ ഒരുമിച്ച് കണ്ടിട്ടേ വഴിക്കാട് ആരെങ്കിലും പോകുന്നുണ്ടാവും. എല്ലാം ഉണ്ടല്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ ഓണമായിട്ട് കുറേ അതിഥികൾ എത്തിയിട്ടുണ്ട്. കുറേ മൈമാറുന്ന വീടിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പൂ കൊത്തിക്കൊണ്ട് പോവാടാ. പൂ കണ്ടപ്പോ അവർക്കൊരു സന്തോഷം. മൈനകളെ നോക്കാം. ഇത്രയധികം മൈന ഒരുമിച്ച് വന്ന ഞാൻ വർഷങ്ങൾക്ക് ശേഷം കാണുന്നേട്ടാ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ലവ് ബേർഡ്സ്, പച്ചക്കിളി അല്ലാടാ, എന്തോരം പക്ഷികളാ വന്ന്. എന്നാ രസവാ.
അത് മാറ്റണ്ട, ഒത്തിരി കറക്റ്റ് മാറ്റണ്ട. പക്ഷെ ഇതേ കറിയിലൊക്കെ വലിയ പേടിയൊന്നുമില്ലേ? അതാദ്യം തോന്നുന്നു. ഞാൻ വയറ് നിറഞ്ഞിട്ടേ പോവും മക്കളേന്ന്. ആദ്യം വാഴത്തോട്ടത്തിൽ ചെലവണം പ്ലാവിൽ കയറണമായിരുന്നു. അതാ നമ്മള് കുറച്ച് കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. നമ്മുടെ കടുക് പൊട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കാളൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാളൻ എന്ന് പറഞ്ഞാൽ ചില നാട്ടിലൊക്കെ ഇങ്ങനെ നല്ല മോരുകറിയാണ് കേട്ടോ, വാഴയ്ക്ക ഇട്ട് വെച്ച മോരുകറിയാണ്. അപ്പം അതിലേക്കാണ് നമ്മൾ കടുക് പൊട്ടിച്ചിടുന്നത്. ഇതാ നമ്മുടെ കാളനിൽ കടുക് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ നമ്മുടെ കാളനും റെഡിയായി. ചേട്ടന് സാമ്പാർ ഇഷ്ടമല്ല, അപ്പം ചേട്ടൻ നമുക്ക് മോരുകറി കൊടുക്കാം. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കുന്നില്ല കേട്ടോ, സാമ്പാറിലും ഓൾറെഡി പരിപ്പുണ്ടല്ലോ. എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് ആര് കഴിക്കാൻ. ഇപ്പം തന്നെ ആയി. ഇതാ മോരുകറി, ഇതാ നമ്മുടെ അവിയൽ, ഇതാ നമ്മുടെ കിച്ചടി, ഇതാ നമ്മുടെ സാമ്പാർ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ അവസാന വട്ട കറി ജോലികളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് മത്തങ്ങ എരിശ്ശേരിയാണ്. മത്തങ്ങ എരിശ്ശേരിയിലേക്ക് ഇപ്പം നമ്മൾ തേങ്ങ വറുത്തിടാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേങ്ങ വറുത്തിട്ട് നമ്മളിപ്പോൾ അതിലേക്ക് ചേർക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം. മത്തങ്ങ ചേന മത്തങ്ങ എരിശ്ശേരിയാണ്. ചേനയും മത്തങ്ങ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. പുക കാരണമാണ് ഒന്നും കാണാൻ പാടില്ലാത്തത്. ഞാനാണെങ്കിൽ എപ്പം തൊട്ട് നിൽക്കുന്നതാണ്. ഒറ്റയ്ക്കാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ കറികളൊക്കെ ഉണ്ടാക്കിയത്. ചേട്ടൻ ഇടയ്ക്ക് വന്നു, ഇളക്കാനും പറക്കാനൊക്കെ ഒന്ന് സഹായിച്ചു. ഇഞ്ചിക്കരി കൂടി ഞാൻ സഹായിച്ചു, ആൻസറിനെ സഹായിച്ചു. പിന്നെ ഇതാ നമ്മുടെ തോരൻ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഇഞ്ചിക്കറി കൂടി ഉണ്ടാക്കി പപ്പടവും കാച്ചി നമ്മുടെ കറികളുടെ ജോലി മൊത്തം തീരും. പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കിയാൽ മാത്രം മതി. ചേട്ടൻ പഴമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ചുണ്ടില്ലാ കണ്ണനാണ് കേട്ടോ. ഇവിടെ ഒരു കൊല പഴുപ്പിക്കാൻ വെച്ചതാ. ഈ ചേട്ടൻ പിന്നെ വാഴക്കൊല വെട്ടി വെച്ചാൽ ജന്മം ചെയ്താൽ പഴുക്കൂല. കറി വെക്കാൻ വേണ്ടി ഒരു കായ് എടുക്കാവോ, പിറ്റേന്ന് അത് ഫുള്ള് പഴമായിട്ടിരിക്കണ കാണുകയും ചെയ്യാം. എന്തോരോ എന്തോ. അപ്പോൾ ദാ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ദാ സദ്യക്കുള്ള ഏകദേശം എല്ലാ കറികളും നമുക്കിവിടെ ആയിട്ടുണ്ട്. 1-2 കറികൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ദാ ഇത് നമ്മുടെ വെണ്ടയ്ക്ക പച്ചടിയാണ് കേട്ടോ. ബാക്കിയെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് വെണ്ടയ്ക്ക പച്ചടിയാണ്. പിന്നെ മത്തങ്ങ എരിശ്ശേരി, അതിലേക്ക് പരപ്പൊക്കെ ചേർത്ത് വെച്ചതാണ് ഞാൻ. അതിലേക്ക് ഇനി ഈ ഒരു തേങ്ങ ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി. അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകണം, എന്നിട്ട് ഇത് മാറ്റാൻ പറ്റുള്ളൂ. നല്ല ഇളം തേങ്ങയാണ്. സാമ്പാർ ഇന്നുണ്ടാക്കിയത് വീട്ടിൽ 100-101 മാർക്ക് കൊടുക്കും. പിന്നെ ഒരു കാര്യം ഉണ്ടാകും, ഒന്നിനും കരിയാപ്പില്ല. കറിവേപ്പില ഇട്ടിട്ടില്ല. കറിവേപ്പില ചിലതിലൊക്കെ ഉള്ളു. കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ വന്ന സാമ്പാർ. താങ്ക് യു. കുറ്റം കണ്ടാ കുറ്റം പറയൂ കേട്ടോ. അതിന് ഈ തവി ഇട്ടാൽ മതിയാ. പിന്നെ അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടവും കാച്ചി പായസവും വെച്ച് ഇഞ്ചിക്കറിയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇഞ്ചി വറുത്ത് കോരി അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മളിതാ ഇതൊക്കെ കറിവേപ്പില. എടാ ആ കറിവേപ്പിലയും എടുത്തടാ വച്ചാ, ഒരു തണ്ട് മതി. ബാക്കി കുറച്ച് മോര് വന്നാൽ നമ്മൾ മോരും വെള്ളം ഉണ്ടാക്കും. നമ്മൾ മോരും വെള്ളം ഉണ്ടാക്കി കുടിക്കാനെടുക്കും.
അത് നമ്മൾ പായസം ഉണ്ടാക്കാനാ. അപ്പം അതിനു മുമ്പ് നമുക്ക് പപ്പടം കാച്ചണ്ടേ. അല്ല അല്ല അതിനു മുമ്പ് ഇതുണ്ടാക്കണം. ശർക്കര പാനിയാക്കണം ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട്. അത് മൂടാൻ പാത്രമില്ലേ? അല്ല അത് പാത്രം കോരട്ടെ. അത് കോരി വെച്ചാൽ മതി. കടുക് ഇട്ട് പൊട്ടിച്ച ശർക്കര ഇട. ആ ശർക്കര ഇട. ഇഞ്ചിക്കറിക്ക് ചേട്ടൻ എന്റെ കോലം കണ്ട സുഹൃത്തുക്കളെ. ഏതാ ചേട്ടൻ ഇവിടെ, ചേട്ടൻ്റെ ജോലി തീർന്നിട്ടില്ല. ചേട്ടൻ ഇവിടെ പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറികളിൽ ഏറ്റവും കൂമ്പി നിൽക്കുന്നത് നമ്മുടെ പപ്പടം തന്നെയാണ്. പപ്പടം ഇങ്ങനെ കൂമ്പി നിൽക്കുന്നുണ്ട്. പഴമൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ കറികൾ എല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കറികൾ നോക്കാം. അപ്പോൾ അതാ മത്തങ്ങ, ചേന, എരിശ്ശേരി, അവിയൽ, പാറ്, വെണ്ടയ്ക്ക പച്ചടി, ഇത് എന്തുവാ കാളൻ, ബീട്രൂട്ട് കിച്ചടി, പിന്നെ തോരൻ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറി, പിന്നെ അച്ചാർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ദാ പപ്പടം. ഇനി പായസം കൂടി വന്നാൽ ചോറ് നമ്മൾ രാവിലെ തന്നെ വേവിച്ച് വെച്ചേക്കണം, വാർത്തിടണം. പിന്നെ നമ്മളൊന്ന് പോയി കുളിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വന്ന് സെറ്റായിട്ടിരിക്കാം. അപ്പം നമ്മുടെ പായസവും ഇവിടെ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹായ്. അപ്പൊ നമ്മള് സദ്യ വിളമ്പാനായിട്ട് പോവാണ്. ആൻസുട്ടിന്റെ ക്യാമറ ഇല്ല കേട്ടോ. അങ്ങോട്ടൊന്ന് വിളമ്പിട്ടാവും. നീ എന്റെ കൂടെ നടക്കണ. നിന്റെ ക്യാമറ കൊള്ളൂല്ലെങ്കിൽ ഞാൻ പറയാ. എനിക്ക് ഇച്ചിരി അധികം ഇട്ടേ. ഞാൻ സ്പെഷ്യല അതിലെ ഇട്ടട്ടെ. എന്താ തിന്നാൻ ചാട്ടം മുളക്കും. വാവ്. അതെ, അതിന്റെ അടുത്ത് തന്നെ വിളമ്പണ്ട. കറി വിളമ്പണോടത്തേക്ക് കയറ്റിയിട്ടേക്കരുത്. ഇനി അടുത്തത് നമ്മൾ വിളമ്പുന്നത് പപ്പടമാണ്. പപ്പടം ചേട്ടൻ ഇങ്ങനെ തോന്നണോടത്തോടെ കാണുന്നു. അല്ല, പപ്പടം ഇവിടെ വെക്കേണ്ടത്. ഈ അറ്റത്ത് പപ്പടം ഈ അറ്റത്ത് വെക്ക. ഇതിനൊക്കെ കണക്കുള്ളതാ നമ്മുടെ. എന്റെ ഇലയും കൂടെ കയറ്റി വെച്ചേ. ചോറ് വിളമ്പാൻ സ്ഥലമില്ലല്ലോ. ചട്ടിയോട് കൂടിയൊക്കെയാ നമ്മൾ കറി കൊണ്ട് വെച്ചേക്കണേ. ഇനി അടുത്തത് വിളമ്പുന്നത് അച്ചാറാണ്. അച്ചാറ് എന്നാ, അച്ചാറിനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഇതാ ഇവിടെ നിലത്തിരിക്കായിരുന്നു. പിന്നെ വിശാലമായിട്ടിരുന്ന് കഴിച്ചാ മതിയായിരുന്നു. ഇവിടെ എന്തുവാ ചേട്ടാ? അപ്പൊ അതെ, ചേട്ടന്റെ ഓണക്കോടിയാണ് കേട്ടോ. ചേട്ടന്റെ ഓണക്കോടിയാണിത്. അച്ചാറ് ചെറുതായിട്ടിട്. അച്ചാറിന്റെ അടുത്ത് വിളമ്പേണ്ടത് ഇതാ ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി ഏതിലാ ചേട്ടാ? ഇഞ്ചിക്കറി ഏതിലാ ഇരിക്കുന്നേ? ഒരു സ്പൂൺ എടുത്തോണ്ട് വരാം അവിടെ. ആ, അത് എവിടെ നിന്ന് എടുക്കണ?
കഴുകി വെച്ചേക്കണേലുണ്ട്. നമ്മുടെ ചിപ്സും ഇത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു, അച്ചാറും പഴവും ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതേ ഇവിടെ ചേട്ടന് ഇഷ്ടമല്ലേ അത്? എനിക്കത് ഇച്ചിരി താ ചേട്ടാ. എണീക്കാൻ വയ്യാത്തോണ്ടാ. കഴിക്കാതിരുന്ന പിന്നെ എണീക്കൂല്ലോ. പായസം എടുത്തോണ്ട് വന്നില്ലേ? ഓ ഇനി പച്ചടി, ആ വെളുത്ത കറി. ഇത് പച്ചടി ഇവിടെ. ചേർത്ത് വെക്കല്ലേ, മാറ്റി മാറ്റി വെക്ക. അപ്പൊ നമ്മള് അടുത്തത് കിച്ചടി. ഇവിടെ എന്താ പോണ വേണ്ട, എല്ലാം താഴെ പോയി. ഇങ്ങോട്ട് വെക്കട്ടെ, ഈ പോയിലേക്ക് വെക്കേ, അപ്പൊ പിന്നെ സ്പേസ് കിട്ടും. ഞാൻ അടുത്തതാ പച്ചടി, കിച്ചടി, തോരൻ തോരൻ. ഇവിടെ എല്ലാ കൂട്ടത്തിലും അടുത്ത് വെക്കാതെ ഇനി തോരൻ കഴിഞ്ഞാ പിന്നെ ഇത് അവിയല്. അതെന്നത് അതെടുത്തു. ഇനി അവിയല്. ചേട്ടന് ഭയങ്കര പടപടപ്പാ, വിട്ടു വിടുന്ന. അവിടെയൊക്കെ ഇനി അടുത്തത് ഈ സാധനം. ചേട്ടനത് വലിയ ഇഷ്ടമില്ലേ? ഇപ്പൊ തന്നെ അല്ല നിറഞ്ഞൂല ചേട്ടാ. ആദ്യമായിട്ടാണ് ഇത്രയും കറി ഉണ്ടാക്കിയ. നമുക്ക് ചോറ് വിളമ്പണം. ഇല്ല, കാളനൊക്കെ നമ്മള് ചോറിന്റെ മേതെ ഒഴിക്കുന്നേ, അതൊഴിച്ചിട്ടല്ലോ. ഇനി അടുത്ത ചോറ വിളമ്പണേ. അങ്ങോട്ട് നീക്കി വിളമ്പ് ചേട്ടാ. ഇലയുടെ അങ്ങാ പകുതിക്കാ ചോറ് വിളമ്പണേ, കറിയിലേക്കല്ല. ഇലയുടെ പകുതിയിലേക്ക് ചോറ് വിളമ്പണം. അത് മതി, പായസം കുടിക്കാനുള്ള. ഇനി സാമ്പാർ. ഏത് പത്രത്തിലായിരുന്നു? സാമ്പാർ നമ്മൾ കൊണ്ടുവന്നില്ല ചേട്ടാ. അതാ ഇത് സാമ്പാർ ഒത്തിരി എടുത്തില്ലല്ലോ. അത് സാമ്പാർ ഒരു സൈഡില്, ഇവിടെ ഇങ്ങോട്ട്. അങ്ങനെ പരിപ്പ് കറി ആദ്യം കഴിക്കണേ. അപ്പൊ സാമ്പാറിൽ നമുക്ക് പരിപ്പ് ഉണ്ടല്ലോ, മറ്റു കറിയിലേക്ക് കോരി ഒഴിക്കില്ലേ. നീ കാളൻ സാമ്പാർ കൂട്ടി ചോറുണ്ട് കഴിയുമ്പോഴാ കാളൻ വരുന്നത്. ശരി, അതിന് കാളന്ന പേര്. അത് അങ്ങാ സൈഡിലേക്ക് ഒഴിക്ക. ആ ചോറ് ചേർത്ത് ഒഴുകി പോവാതെ. ചോറിന്റെ അങ്ങനെ ഒഴിച്ചാ മതി. അവന് ഏറ്റവും ഇഷ്ടം അതാ. വേറെ കറിയിലേക്ക് ഒഴിക്കല്ലേ, അങ്ങാ സൈഡിലേക്ക് ഒഴിക്ക. ഇനി എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിക്കാം. വെള്ളം കൂടെ ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ടേബിളിനകത്തൊന്നും കറി തികയൂല, അത്രയ്ക്കും കറികളായിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെ കൂട്ടായി? 1 2 3 4 5 6 7 8 9 10. 1 2 3 1 2 3 4 5 6 7 8 9 10 11 കൂട്ടം കറിയുണ്ട്. 11 കൂട്ടം പപ്പടവും 8 കൂട്ടം കറിയും കുട്ടി സത്യാന്നൊക്കെയുണ്ട്. അപ്പൊ ഞാനതില് വേറൊന്നും കൂടെ പറ അല്ലേ? അപ്പൊ എന്റെ കറികളൊക്കെ എങ്ങനെയുണ്ട്? ചോറ് തിന്നടാ, വാഴക്കാർക്ക് ആരും തിന്നൂല, അവിടെ ഇരുന്നോളൂ.
അപ്പൊ എല്ലാരും കഴിച്ചിട്ട് എന്റെ കറികൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. എന്റെ സ്വന്തം കറികള്. തിങ്ങടാ, നീന തിങ്ങണ, അത് ഞാൻ ഉണ്ടാക്കിയതല്ല. ചേട്ടൻ പിന്നെ കഴിക്കൽ തുടങ്ങിയോണ്ട് ഇനി ചേട്ടനൊന്നും കണ്ടാ അറിയൂല, ആരെയും അറിയൂല. ഇനി ചേട്ടൻ നീ പറയൂ എങ്ങനെയുണ്ട്? സൂപ്പർ. ചേട്ടൻ ബ്ലാക്ക് ഇട്ടതുകൊണ്ട് ഞാനും ബ്ലാക്ക് ഇട്ടു. പുതിയ സാരി പഴയ ബ്ലൗസ്. ദാ പപ്പടവും പഴവും കൂടെ കുഴച്ച് വെച്ചതിലേക്ക് നമ്മൾ പായസം ഒഴിച്ചു കേട്ടോ. പായസം സേമിയ പായസമാണ് കേട്ടോ. അതാണ് പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമുണ്ടല്ലോ. അതാണെങ്കിൽ നല്ല ഇതൊന്ന് പൊക്കിക്കേടാ മനസ്സേ. അപ്പൊ അതാ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എന്റെ ഉണക്കമുന്തിരി. എന്റെ അണ്ടിപ്പരിപ്പെ പണ്ട് റീൽ ഓർക്കണ്ടോ ടിക്ടോക്കിലെ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അൽഷിമേഴ്സ അവന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ നുള്ളരുതേ. അപ്പൊ അതെ ഇതെല്ലാം കൂടെ നമ്മളിങ്ങനെ കുഴച്ചിട്ട് ഇതിങ്ങനെ വാരി വാരി വാരി. എന്നാ ചേട്ടാ ചിരിക്കണ? ചേട്ടാ എന്തിനാ ചിരിക്കണെന്ന് പറ. ഞാൻ വേറൊന്നുമല്ല, ആദ്യമേ പപ്പടവും പഴവും എല്ലാം കൂടെ ഇട്ട് ഞെക്കി കഴിഞ്ഞിട്ട് പായസം വെച്ചിട്ട് പിന്നെ അത് ഇക്കല്ല അല്ല വേറൊന്നുമല്ല. അല്ല എനിക്ക് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെ കഴിക്കണ്ട. പായസം ഇങ്ങനെ കുഴച്ച് 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 കുഴച്ചെടുക്കുമ്പോ ആയി എല്ലാരും വായിക്കണ ഇപ്പൊ എന്നിട്ട് നമ്മൾ ഇങ്ങനെ കഴിക്കും. എന്നോടാ നോക്കിക്കേ. ഇപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ ഫുഡിങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എടാ അത് എടുത്തു വെക്കില്ലടാ, എനിക്ക് 1-2 ഫോട്ടോ സിംഗിൾ എടുക്കണടാ. അവിടെ വയ്ക്കാം. എടാ നമുക്ക് ഇറക്കി വെക്കടാ, കമന്നങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ അതും പോകും. ആ പാടെ ഉള്ളതാ മൊബൈൽ സ്റ്റാൻഡ്. അപ്പതേ നമ്മളിതേ ഇവിടെ ഉണ്ട് കേട്ടോ. ചേട്ടനാണെങ്കിൽ കുക്ക് ചെയ്തൊക്കെ ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞിട്ടേ നമ്മുടെ ഓണപ്പൂവൊക്കെ കണ്ടോ. ചുമ്മാ പറഞ്ഞ കുക്ക് ചെയ്തു ക്ഷീണിച്ചു പോയി, എന്നെക്കൊണ്ട് വയ്യ, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാണ്ട്. ഞാനെല്ലാം അരിയൊക്കെ ചെയ്തില്ലേ, ഉണ്ടാക്കുകയും ചെയ്തോ. പിന്നെ എല്ലാം ഇടയ്ക്ക് ചേട്ടൻ എല്ലാം ഒന്ന് ഇളക്കുകയൊക്കെ ചെയ്തില്ലേ. ചേട്ടനെ തേങ്ങയൊക്കെ ചിരകി തന്നെ ഞാൻ തന്നെയൊന്നുമല്ല കേട്ടോ. ചേട്ടനും ക്രെഡിറ്റ് കുറച്ച് കൊടുക്കണം, 50-50. പിന്നെ അതിന്റെ കുറച്ച് ആൻസർ അമ്മച്ചി കൂടിയില്ല കേട്ടോ. പിന്നെ അമ്മച്ചിക്ക് പനിയാന്നാ പറഞ്ഞു, അതുകൊണ്ട് അമ്മച്ചി കുളിച്ചിട്ട് പോലും ഇല്ല. അമ്മച്ചിക്ക് തലവേദനയുണ്ട്, അമ്മച്ചിക്ക് പനിക്കുന്നുണ്ടെന്നാ പറഞ്ഞു. അമ്മച്ചിക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ വരുന്ന ഒരു പ്രത്യേക തരം അസുഖമാണ്, അതുകൊണ്ട് അത് അമ്മച്ചിയുടെ ഇഷ്ടത്തിനൊക്കെ വിട്ടുകൊടുത്തു. അപ്പോൾ അതാണ്, അത്രയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഓണം വിശേഷങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓണപ്പ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിലെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, അത് കാണാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ. ഓണപ്പൂ ഇട്ട വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് കയറി കാണണം. നമ്മുടെ ഓണത്തിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഡ്രസ്സ് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അത്തപ്പൂ മുതൽ നമ്മൾ തുടങ്ങി ഡ്രസ്സ് പർച്ചേസിങ്, ഓണം ഷോപ്പിംഗ്, ഉപ്പ് മുതൽ കറുപ്പൂരം വരെ, ഓണപ്പൂ ഇടുന്നത്, ഓണസദ്യ ഒരുക്കുന്നത്, അങ്ങനെ ഭാഗ്യം കൊണ്ട് ഇന്ന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പെയ്തില്ല. അപ്പോൾ അത്തത്തിനും ഉണങ്ങി, ഓണത്തിനും ഉണങ്ങി. അത്തത്തിന് പിന്നെ രാത്രിയിൽ നല്ല പെരുമഴ പെയ്തു, അതുകൊണ്ടായിരിക്കാം ഓണത്തിന് അങ്ങനെ മഴയൊന്നും പെയ്യാതിരുന്നത്. അപ്പോൾ അതേ ചേട്ടൻ്റെ ലുക്ക് ഇതാണ്. ചേട്ടൻ്റെ ഇരിപ്പൊക്കെ കണ്ടില്ലേ, ഭയങ്കര സെറ്റപ്പിൽ ലാഷ് കളർ മുണ്ടും കറുത്ത കരയുള്ള ലാഷ് കളർ മുണ്ടൊക്കെ കൊടുത്ത് നല്ല കറുത്ത ഷർട്ടൊക്കെ ഇട്ട്. അതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ ഞാനും ബ്ലാക്ക് സാരി ഉടുത്തിരിക്കുന്നത്. ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ്. എവിടെ നോക്കാം, അവൻ്റെ ഓണക്കോടി ഇതാണ് കേട്ടോ, ഇവൻ്റെ ഓണക്കോടി ഇതാണ്. അവനതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാഗി ജീൻസ് എന്നും ആ പഴയ സ്കൂളിൽ ഒരു പന്നം പിടിച്ച ഒരു പാൻറ്റായിരുന്നു ഇട്ടുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. ഇനി കുറേ നാളത്തേക്ക് ബാഗിയാണെന്നും പറഞ്ഞ് ഇതിട്ടുകൊണ്ട് നടന്നോളൂ. ഇതിൻ്റെ കൂടെ ഒരു പാൻറ്റ് എടുത്തിട്ട് അവനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം. എനിക്കായി. അപ്പോൾ അതായത് നമ്മുടെ ഓണപ്പൂവൊക്കെ ഇതാണ്. പൂവൊക്കെ പതുക്കെ വാടി തുടങ്ങി. പാവം പിടിച്ച പ്രാണി ഇതിനകത്ത് കയറുമെന്ന് ഓർത്ത് അവളെ പൂട്ടിയിട്ടേക്കുമായിരുന്നു. അവൾ ഓണപ്പൂ കണ്ടിട്ട് എൻ്റെ പട്ടി നോക്കുമെന്നും പറഞ്ഞിട്ട് അവൾ പോയി. ഇതെന്താ സംഭവം എന്ന് പോലും നോക്കാൻ പോലും വന്നില്ല. പിന്നെ പൂ നിറച്ചത് ഉറുമ്പുകളൊക്കെ വന്നിട്ടുണ്ട്, കുഞ്ഞാന്നുള്ള ഉറുമ്പുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് വാരിക്കളയല്ലേ. ഏതായാലും കുറേ കുഞ്ഞാന്നുള്ള ഉറുമ്പൊക്കെ വന്നിട്ടുണ്ട്. കാരണം തേനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പിന്നെ പൂ വിട്ടതല്ല, എന്നാൽ പിന്നെ അവരും കൂടെ കുറച്ച് തിന്നോട്ടെ. പിന്നെ നമ്മുടെ കാക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഫുഡൊക്കെ അരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു സെറ്റ് പക്ഷികൾ വന്ന് ആഹാരമൊക്കെ കഴിക്കണം, എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ ആ പക്ഷികൾ ഇനിയിപ്പോൾ മിക്കവാറും തന്നെ വരുമായിരിക്കും. അവർ വിശ്രമിക്കുന്നുണ്ട്. അതോ ആ ഒരു പ്ലാവിൽ കുറേ പക്ഷികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ.
അവിടെ ഇല അനങ്ങണ സൗണ്ടും അതൊക്കെ കേൾക്കാം. പിന്നെ പക്ഷികൾ വന്നു കഴിയുമ്പോൾ ഈ കാക്ക അങ്ങ് കൊത്തി ഓടിച്ചു വിടും. രാവിലെ എന്നാണെങ്കിലും അരിമണിയാണ് തിന്നത്, അതുകൊണ്ട് തന്നെ അവരുടെ വയറൊക്കെ നിറഞ്ഞായിരിക്കുന്നത്. ഇച്ചിരി പോരെ അവർക്ക് തിന്നാൻ. എന്നാലും ഒരു സെറ്റ് പക്ഷികൾ കാലത്ത് വന്നേക്കുക. ചേച്ചിയേ ഇച്ചിരി ചോറ് തരാമോ? അയ്യോ. പിന്നെ നമ്മുടെ ബാസ്ക്യൂന് ആഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവനും ആഹാരമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പ്രാണിക്കും കുഞ്ഞുങ്ങൾക്ക് ആഹാരമൊക്കെ കൊടുത്തു. ഇത്ര നേരം കൂട്ടിക്കിടത്തിയതല്ല, ഇനി എളുപ്പം ഞാൻ ഇറങ്ങണില്ല എന്ന് പറഞ്ഞു കൂടിൻ്റെ ഡോറ് പറഞ്ഞപ്പോൾ അവൾ ഇറങ്ങാതെ പ്രതിഷേധം അറിയിച്ചു. അതിനുശേഷമാണ് അവൾ ഇറങ്ങിയൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ വയറൊക്കെ നല്ല ഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം, ചേട്ടൻ്റെ കോസ്റ്റ്യൂം, ആൻസിൻ്റെ കോസ്റ്റ്യൂം ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണം. വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചുമ്മാ നിസ്സാര പൈസയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. സീമാസ് വെഡിങ് കളക്ഷൻസ്. താങ്ക് യു വെരി മച്ച്. കാശ് കൊടുത്ത് വാങ്ങിയതാ, ചുമ്മാരും തന്നില്ല. അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷനാന്ന് നോക്കില്ല എല്ലാവരും. അപ്പോൾ നമ്മൾ കുപ്പിവളകൾ ഇന്നാൾ ആരണ്ട് എന്നോട് ചോദിച്ചു കുപ്പിവളകൾ ഇടാറില്ലെന്ന്. കുപ്പിവളകളില്ലാതെ പിന്നെ ഞാനുണ്ടോ? ചേട്ടന് ഇഷ്ടമാണോ കുപ്പിവള ഇടണേ? ഇല്ലേ സ്വർണ്ണോളം വാങ്ങിച്ചോ നിർത്ത് ചാടി പറഞ്ഞോളൂ, പിന്നെ ഒരു കുഴപ്പമില്ല. സ്വർണ്ണോളകൾ നല്ല കുപ്പിളയാ കാണാൻ ഭംഗി. ഒരേ സാരിക്ക് പറ്റിയ അനുസരിച്ച് ഇടുകയും ചെയ്യാം, ഒരേ ഇത് ചെയ്യാൻ ചെയ്യാം. സ്വർണ്ണോളയാകുമ്പോൾ ഒരൊറ്റ മോഡലല്ലേ ഉള്ളൂ, സ്വർണ്ണ കളറല്ലേ ഉള്ളൂ. ഇതങ്ങനെയല്ലോ, ഈ സാരിക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, വേറെ വേണമെങ്കിൽ ചുമപ്പിന് ചുമപ്പ്, അത് കിട്ടൂലേ? ഇപ്പൊ ഏറ്റവും നല്ല എല്ലാം ഉണ്ട് എൻ്റെ കയ്യില്. മഞ്ഞയുണ്ട്, നീലയുണ്ട്, പച്ചയുണ്ട്, കാപ്പിപ്പൊടിയുണ്ട്, കറുപ്പുണ്ട്, ബ്രൗൺ ഉണ്ട്. ഇല്ലടാ ആൻസേ, എനിക്കിഷ്ടമാണോ കുപ്പിവളകൾ? ഓണം എപ്പടി ഇருக்கு? ഓണം എപ്പടി ഇருக்கு? സൂപ്പറായി ഇருக்கு. ഇറുക്കണ്ട, അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. കിടക്കാൻ പോണേ. പിന്നെ ചേട്ടൻ്റെ ടോയ്ലറ്റ് എന്നിട്ട് അവിടെ കിടക്കരുത്. കടന്നാ വന്നതോളി പറിക്കും. ഷർട്ട് ചുളുക്കരുത്, ഊരിയിടരുത്. ഇപ്പൊ തന്നെ പോകണം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് വരാം. അപ്പോഴേ ഓണം കഴിയുമ്പോൾ നമുക്ക് വെറുതെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് ചേട്ടൻ പറഞ്ഞ് ഓണക്കോടിയൊക്കെ ഇട്ട് ചുമ്മാ ഒന്ന് പോകാമെന്ന് പറഞ്ഞേ. ഇവിടെ എല്ലാവരും സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണത്തിലാണ് കേട്ടോ. പായസമൊക്കെ കുറിച്ച് തലക്കിട്ട് തൊട്ടിരിക്കുകയെന്ന് പറയുമ്പോൾ എല്ലാം കിടന്നുറങ്ങുക. വണ്ടി എടുത്തു, AC ഓൺ ചെയ്തു, കിടന്നുറക്കം പിടിച്ചു. ഞാനൊന്ന് മയങ്ങി തുടങ്ങിയപ്പോൾ പുറകിൽ നിന്നൊരു തോണ്ട്, എന്നിട്ട് ഇതോ കിടക്കുന്നു ചക്ക വെട്ടിയിട്ടതുപോലെ. എനിക്ക് വയ്യ. ഇവൻ തോണ്ടിയോടുകൂടി എൻ്റെ ഉറക്കം പോയി. നന്നായിട്ടൊന്ന് ഉറങ്ങിയതായിരുന്നു. ഈ സാധനം ഇച്ചോടെ ചാഞ്ഞു കിടക്കുവാണെങ്കിൽ സുഖമായിരുന്നല്ലേ. പിന്നെ ചാച്ചി കിടത്താനാണോ? മാറ് ഞാൻ എടുക്കടാ. വിട്ടെ, നീ വിട്ടെ. അതൊക്കെ ചാച്ചേടാ. ഓക്കെ. വേണ്ട പൊക്കി വെച്ചോടാ. പൊക്കിക്കടാ. മതി. ഇത്തിരി ചാച്ചാ കൊള്ളില്ല. കാര്യം പറഞ്ഞു ഓണത്തിന്റെ ഓണമുണ്ട്, ഓണപ്പപ്പടം എന്നൊക്കെ പറഞ്ഞപ്പോ പാട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നീ കേക്കടാ, ഓണത്തിന് ഓണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പാട്ടെടുത്ത് വെച്ചില്ലായിരുന്നോ? ഒന്നും ചെയ്തില്ലല്ലോ. ഇതോ ഓണമുണ്ട് കൊടുത്തോണ്ട് ഇതോ കിടന്ന് കൂർക്കം പഠിച്ചുറങ്ങണം. ഇത് സുന്ദരനായിട്ടൊക്കെ കിടന്നതാ, നന്നായിട്ട് ഉറങ്ങിപ്പോയി. ഇതോ ഇവിടെ ഒരാളിരുന്നിട്ട് എനിക്കിട്ട് മയങ്ങിയ പണി തരാനിരിക്കുക. അപ്പോഴേ നമ്മളെല്ലാവരും ഉറങ്ങി ഏകദേശമൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ചേട്ടൻ ഇവിടെ മുഖമൊക്കെ കഴുകിയിട്ട് ഉണ്ട്. അയ്യോ, ഇനി ഇതൊന്ന് പൊക്കി വെച്ച് തരണം. മുഖമൊക്കെ കഴുകി ഗ്ലാമറിൽ പോയി എഴുന്നേറ്റിട്ടുണ്ട്. അന്നത്തേക്ക് മഴ ചെറുതായിട്ട് പെയ്ത് തുടങ്ങി. ഹായ്, നല്ല മൂഡ്. ഇതാണ് മൂഡ് ഇല്ല ചേട്ടാ? സൈഡിൽ തൂക്കെടുത്തോളൂ. അതിനാ ഇത്ര 8 ഇഞ്ച് നീളത്തിൽ സാരി കിടക്കുമ്പോൾ എന്തുവാ ഇതിനെത്ര ഇത് കാണും? 5.5 മുഴം നീളത്തിൽ സാരി കിടക്കുമ്പോൾ ചേട്ടന് മുഖം തുടയ്ക്കാനാണോ ബുദ്ധിമുട്ട്? മുഖം നിറച്ച് ഗിൽറ്റായോ? ഇല്ല, ഉള്ളും കൊണ്ട് കടച്ചത്, പുറമേ ഗിൽറ്റ്. അപ്പോൾ ചേട്ടൻ ഇതാ ഉറങ്ങി എഴുന്നേറ്റിരിക്കുകയാണ്. ഞാനത് ഗ്ലാമറിൽ കിട്ടട്ടെ. നമ്മൾ വന്ന് തൊടുപുഴ പാർക്ക്, അതിൻ്റെ ഇടയ്ക്ക് ആൻസ് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം നമുക്ക് തൊടുപുഴ പാർക്കിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഇതെന്തായിരുന്നു ഈ മോളിൽ കണ്ട കെട്ടിടം? സിവിൽ സ്റ്റേഷൻ.
സിവിൽ സ്റ്റേഷനാണ്. അപ്പോൾ സിവിൽ സ്റ്റേഷനാണ് ഇവിടെ കേട്ടോ, താലൂക്ക് എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ അതാ ഇവിടെയാണ് എനിക്കിതൊരു പുതിയ അറിവാണ് കേട്ടോ. ഇതാണ് പഴയ പോലീസ് സ്റ്റേഷൻ്റെ കവാടം. പോലീസ് സ്റ്റേഷൻ ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഇതേ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നത് പണ്ടെന്നോ പിടിച്ചിട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ പുല്ലും കാടൊക്കെ വളർന്ന് ഏതോ മരങ്ങൾ വരെ വളർന്നിട്ടുണ്ട്. ഇതെനിക്ക് പുതിയ അറിവാണ് കേട്ടോ. ഇവിടെയായിരുന്നു പോലീസ് സ്റ്റേഷൻ. ഇത് അതിൻ്റെ കവാടമായിരുന്നു. മാവുണ്ടോ? ആ ഉണ്ട്. ഓ, ഞാൻ ഇതിലൊക്കെ വരുമെങ്കിൽ ഇങ്ങോട്ട് നോക്കിയിട്ടേ ഇല്ല. ഈ ഒരു ഗേറ്റ് കണ്ടിട്ടും ഇല്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഗേറ്റും ഒരു കവാടവും ഈ ടൗണിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുക, ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ആ കാണുന്നത്. അപ്പോൾ ഇതാ നമ്മളെ തൊടുപുഴ പാർക്കിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. തൊടുപുഴ നഗരസഭ ലാൻസ് നായിക് പി കെ സന്തോഷ് കുമാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സുവർണ്ണ ജൂബിലി സ്മാരക പാർക്ക്. പണ്ട് മുനിസിപ്പൽ പാർക്ക് എന്ന് പറഞ്ഞ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. നിറച്ച ആളാണ് കേട്ടോ. എല്ലാം കൂടെ വന്നല്ലേ, അവർ കണ്ടിട്ടില്ല. ആ കുഞ്ഞുങ്ങൾ വന്ന് തിന്ന് നോക്കി. ഇവരെങ്ങനെയാ ചേട്ടാ അറിയുന്നത് ചാടുമ്പോ? ചേട്ടാ ആ അവിടെ ചാടി പറഞ്ഞു എല്ലാം കൂടെ നടക്കണമൊക്കെ. അവിടെ ഉണ്ട് റേറ്റാണ്. നമ്മുടെ പാർക്കിൽ കുറേ പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഐ ലവ് ഇടുക്കി എന്നൊക്കെ പറഞ്ഞ് ശുചിത്വ മിഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നന്നായാൽ നാടും നന്നാകും, ശുചിത്വ മിഷൻ ഒത്തുചേർന്ന് രചിക്കാം വൃത്തിയുള്ള കേരളം എന്നൊക്കെ പറഞ്ഞ് പുതിയ നല്ല അടിപൊളിയായിട്ടൊരു പാമ്പിൻ്റെ പടമൊക്കെ ആയിട്ട്, ഒരു പാമ്പിൻ്റെ ഒരു കാരിക്കേച്ചറും അതിൽ പൂച്ചെടി വളർത്താവുന്ന രീതിയിലൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇതാ തൊടുപുഴ പുഴയാണ് ഒഴുകുന്നത്. അപ്പോൾ ദാ അവിടെ ഒരു പുള്ളി ദാ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ അവിടെ മീനൊന്നുമില്ല, പക്ഷെ അവിടെ ചൂണ്ടയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കർഷകനാണോ മീൻ പിടിക്കുന്ന ആളാരാ? മീൻ പിടുത്തക്കാരൻ ചേട്ടൻ. പിന്നെ ദാ ഇവിടെ കുറച്ച് കൊക്കും കൂണും തല പോയ കൊക്കുകളൊക്കെ ഉണ്ട്. തല പോയാലും ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. തല പോയാലും ഞങ്ങൾ എഴുന്നേറ്റാ നിൽക്കുകയുള്ളൂ, ഞങ്ങൾ മറിഞ്ഞു വീഴത്തില്ല. തല പോയ കൊക്കുകളും കൊമ്പൊടിഞ്ഞ മാനുകളും എന്തിയേ അവിടെ പോയി. എന്തോ ആ മാനിൻ്റെ കൊമ്പിന് പകുതിയില്ല, അസ്ഥി മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഈ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അത് ചെടി വെച്ചേക്കുന്നുണ്ടോ? പാമ്പേ നീ എവിടെയെങ്കിലൊക്കെ കയറടാ, ഞങ്ങളെ ഇടയ്ക്ക് നോക്കണം കേട്ടോ. ആ ശരിയാണ്, ഇത് ഭയങ്കര സെറ്റപ്പാണല്ലോ. ഇത് ടയറായിരുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓ, ഓട്ടോമൊബൈൽ എഞ്ചിനീയർക്ക് കാര്യം മനസ്സിലായി. ആട് മുയൽ താറാവ് അങ്ങനെ ഭയങ്കരമായ ഒത്തൊരുമയോട് പോകുന്നൊരു കേരളമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെണ്ണുവാണോ? നീ വളർന്നടാ, നീ വളർന്നു. തന്തവൈബായി നീ, തന്തവൈ. അവനിപ്പോൾ ഒന്നിനും കയറാൻ തോന്നുന്നില്ല. അപ്പോൾ ഇതാ ഇവിടെ ഫോട്ടോ എടുക്കുന്നവർ, അതുപോലെ തന്നെ റൈഡിൽ കയറുന്ന കുട്ടികൾ, പിന്നെ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന പേരൻസ്, ഗാർഡിയൻസ്, കുട്ടികളെ കൊണ്ട് വന്നവർ, ഒറ്റയ്ക്ക് ജീവിതം ആസ്വദിക്കാനായിട്ട് വന്നവർ, പിന്നെ ഓണം വൈബിലിറങ്ങിയിരിക്കുന്നവർ, അങ്ങനെ എന്ന് വേണ്ട പലതരത്തിലുള്ള ആളുകൾ. ആൻസിന് പ്രത്യേകിച്ചൊരു പണിയും കാണാത്തതുകൊണ്ട് അതിനകത്ത് തൂങ്ങിക്കിടപ്പുണ്ട്. ആ തൂങ്ങിക്കട പൊക്കം വയ്ക്കൂടാ, തൂങ്ങിക്കട കണ്ടതേ, അതുപോലെയൊക്കെ വേണം. അങ്ങനെ തൂങ്ങാൻ നിനക്ക് പറ്റുമോ? എടാ നീ എങ്ങനെ തൂങ്ങിയിടാ? ചാടിയോ? ആ യെസ്, കൈക്കൊക്കെ മസിലാകൂട്ടോ. കണ്ടോ? അങ്ങനെ ജീവിതം ആസ്വദിക്കാനെത്തിയ കുറേ ആളുകൾ, തനിയെ ആടാത്ത കുട്ടികളെ ആട്ടിക്കൊടുക്കുന്ന പേരൻസ്, കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന രക്ഷകർത്താക്കൾ, വളരുമ്പോൾ രക്ഷകർത്താക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കുന്ന കുട്ടികളുള്ള കാലവും.
പുതുതായിട്ട് കുറേ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾ, കുട്ടികളെ കൂടാതെ തന്നെ വന്നെത്തിയ മുത്തശ്ശനും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ തൊടുപുഴ പാർക്ക് ഇവിടെ തന്തവായി പഠിച്ച് നിൽക്കുന്ന ഒരു ആൻസ്. എനിക്കിതിലൊന്നും കയറാൻ തോന്നണില്ല എന്ന് കേൾക്കുവേനെ. എൻ്റെ ദൈവമേ, ഇന്ന് വല്ല മഴയും പെയ്യുമെന്ന് ഓർത്ത് ഇപ്പോൾ പേടിയാ. നീ എന്നടാ എങ്ങും പോയി കയറാത്ത? ആൻസിനെ ആരെങ്കിലും കണ്ടോ? ഇത് കണ്ടോ, ഭയങ്കര ആട്ടമാണ്, ഊഞ്ഞാലാട്ടം. ഞങ്ങൾ ഇങ്ങനെ താഴെ പോകണം കേട്ടോ. ഷാൻസ് നമ്മളെ കണ്ടു, നമ്മളെ നേരെ നോക്കിക്കൊണ്ടിരുന്നു. ഭയങ്കര ഊഞ്ഞാലാട്ടമാണ്. ഓണത്തിന് ഊഞ്ഞാലാടിയില്ല, പിന്നെ എന്തായാലും. അപ്പോഴേ നമ്മൾ പാർക്കിൽ നിന്നൊക്കെ പോകുന്നു. ആൻസ് ബ്രദേഴ്സ് ബേക്കറിയിലേക്ക് പോയേക്കുക, എന്തെങ്കിലും ജ്യൂസൊക്കെ വാങ്ങാനായിട്ട്. ദാഹിച്ചിട്ടാണ് കേട്ടോ. തൊണ്ടയൊക്കെ വരണ്ട് കൂട്ടുകാർ. പിന്നെ അവിടെ വെച്ച് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. എല്ലാവരും ഓടി വന്ന് വേണ്ടിയിട്ടോ, ഒത്തിരി സന്തോഷം. പിന്നെന്താ, പിന്നെ മഴയൊന്നും ഇല്ലായിരുന്നു. പാർക്കിലിരുന്ന സമയത്തൊന്നും ഉണ്ടായില്ല. നല്ല കാലാവസ്ഥ. പിന്നെ നമ്മള് വണ്ടി കയറി കഴിഞ്ഞപ്പോ ഇപ്പൊ ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ ചെറുതായിട്ടുണ്ട്, പൊടിഞ്ഞു കിടക്കുന്നുണ്ട്. പൊതുവെ ഇന്ന് ആൾക്കാരില്ലായിരുന്നു. മിക്ക കടകളൊക്കെ കടഞ്ഞു കിടക്കുക. കടയൊന്നും ഉണ്ടായില്ല. കുറച്ച് മാവേലിനൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഉത്രാടത്തിന് വേണമായിരുന്നു പോകാൻ. അന്നേരം കടയുടെ മുമ്പിലൊക്കെ മഹാബലി തമ്പുരാനൊക്കെ കാണുമായിരുന്നു. പണ്ടൊക്കെ മഹാബലികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വയറൊക്കെ വെച്ച് വേണമെങ്കിൽ ഒരു മഹാബലി. ഇപ്പൊ ജ്യൂസൊക്കെ ആയിട്ട് വരട്ടെ. അതിനുശേഷം നമ്മൾ ചാച്ചനെ കാണാൻ നെയ്ശ്ശേരി പോകും. പിന്നെ നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടല്ല, വീട്ടിലേക്ക് വരും. അതിനുശേഷം നമുക്കൊരു റീൽ എടുക്കണം. ഏത് മൂട്? അത്തമ്മൂട്. ഇല്ലല്ല, അങ്ങനെ ഈ 2K25 ഓണം വളരെ മനോഹരമായിരുന്നു. ഓണമൊക്കെ കഴിഞ്ഞു. ഈ വർഷത്തെ ഓണം മനോഹരമാക്കി തന്ന ദൈവത്തിനോട് 1000 നന്ദി ഹൃദയത്തിൽ നിന്നും എപ്പോഴും പ്രാർത്ഥനയോടെ പറയുകയാണ്. ജീവിതമൊക്കെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും നല്ല നല്ല ഉപദേശങ്ങൾക്കും ഒക്കെ ഒരുപാട് സ്നേഹമുണ്ട്. ബിന്ദു സ്ട്രീംസിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു സ്ട്രീംസ്. ബൈ.